അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ആവട്ടെ ഒരു ബൈക്ക് ആവട്ടെ അതിൻ്റെ ടയർ എങ്ങനെയാണ് വൃത്തിയായിട്ട് ക്ലീൻ ആക്കുന്നതും അത് ആക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ 3M കാർ കെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിൻ്റെ പേര് 3M കാർ കെയർ ടയർ ഡ്രസ്സർ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതിൻ്റെ യൂസ് എന്താണ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹെൽപ്സ് പ്രിവെൻറ്റ് ഫേഡിങ്, മങ്ങുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യും. അതുമാത്രമല്ല ക്രാക്കിംഗ് ഓഫ് ദി ടയർ ക്രാക്ക് ആവുന്നതും ഇത് പ്രിവെൻറ്റ് ചെയ്യും. പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഏകദേശം 180 റുപ്പീസ്. പക്ഷേ ഇതിൽ കൊടുത്ത പ്രൈസ് എത്രയെന്ന് വെച്ചാൽ 420 റുപ്പീസാണ് ഇതിൽ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ടയറിൻ്റെ കോലുള്ളത്. സോ ഇത് നമുക്ക് ഇപ്പോൾ ക്ലീൻ ആക്കി നോക്കാം. അതിന് എന്തെല്ലാം പ്രൊഡക്റ്റ് ആവശ്യം നോക്കാം. 3Mൻ്റെ ടയർ ഡ്രസ്സർ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലോത്ത്, മൈക്രോ ഫൈബർ ആവട്ടെ അല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും ഒരു ക്ലോത്ത് മതി. പിന്നെ നമ്മൾ പാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബർ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ഷാമ്പൂൻ്റെ വെള്ളം. ടയറിലൊക്കെ നല്ല കട്ട ചളി പിടിച്ചിരിക്കുകയാണ്. കൈ കൊണ്ടൊക്കെ ഉറത്തിയിട്ടും അങ്ങനത്തെ നിൽക്കണം. നല്ല ചളി നല്ല കട്ടയായിട്ട് പിടിച്ചിരിക്കുകയാണ്. സോ നമുക്ക് കുറച്ച് ആദ്യം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി വെക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകുക. ആ ചളിയൊക്കെ പോയതിൻ്റെ ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം. ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യണം. വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആയതിനു ശേഷം 3Mൻ്റെ കാർ ടയർ ഡ്രസ്സർ എടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രേ ആക്കി കൊടുക്കുക. സ്പ്രേ ആക്കിയതിന് ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് എടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചിട്ട് വൃത്തിയിൽ തുടച്ച് ക്ലീൻ ആക്കുക. സോ നമ്മൾ സ്റ്റെപ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. സോ ഇതാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കാറിൻ്റെ ടയർ. ഇനി അടുത്ത ബാക്കോട്ട് ക്ലീൻ ചെയ്യാത്ത ടയർ നോക്കാം. സോ ഇങ്ങനെയാണ് അതുണ്ട് തന്നെ മറ്റു ടയറും. ഇപ്പോൾ 2 ടയറും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം മാറ്റമാണ് ഞങ്ങൾ ക്ലീൻ ചെയ്ത ടയറിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ സൈനിങ് ഓഫ് സുർജിത്. ബൈ ബൈ.